അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തുളസി ഗബാർഡിന്റെ രാജിക്ക് പിന്നാലെ ലോകരാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം. ഭർത്താവിന്റെ അസ്ഥി ക്യാൻസർ രോഗം മൂലമാണ് ജൂൺ 30 തുളസി പടിയിറങ്ങുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഈ രാജിക്ക് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരസ്യമായി വെല്ലുവിളിച്ച് സാക്ഷാൽ ഇറാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ വൈറ്റ് ഹൌസിനുള്ളിലെ രാഷ്ട്രീയ കനലുകൾ വീണ്ടും പുകഞ്ഞു തുടങ്ങി. തുളസി ഗബാർഡിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് ഇറാൻ എംബസി ഇപ്പോൾ എക്സിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ട്രംപിന് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കൈപ്പേറിയ സത്യങ്ങൾ ഇറാന്റെ കാര്യത്തിൽ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരേയൊരു അമേരിക്കൻ ഉദ്യോഗസ്ഥ തുളസിയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ കണ്ണിലെ കരടായ ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച ഈ അപ്രതീക്ഷിത പിന്തുണ അമേരിക്കയെ കടുത്ത പ്രതിരോധത്തിൽ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഇസ്രായേലിന് വേണ്ടിയല്ല, മറിച്ച് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന് തെളിയിച്ചു എന്നാണ് ഇറാൻ തുളസിയെ പ്രശംസിച്ചത്. സ്വന്തം ജനതയെ മാറ്റി നിർത്തി ഇസ്രായേലിന്റെ വെറുമൊരു പകരക്കാരനായി മാറി പ്രവർത്തിക്കുന്ന ട്രംപ് സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെയാണ് ഇറാൻ ഇവിടെ തുറന്നു കാട്ടിയത്. ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്ക് കണ്ണുമടച്ച് കൂട്ടുനിൽക്കുന്ന ട്രംപിന്റെ നയങ്ങൾക്കെതിരെ തുളസി നിലകൊണ്ടു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു സ്വാഭാവിക രാജിയാണോ അതോ നിർബന്ധിത പുറത്താക്കലാണോ? രോഗബാധിതനായ ഭർത്താവിനൊപ്പം നിൽക്കാൻ തുളസി മാറുന്നുവെന്ന് ട്രംപ് പറയുകയും പകരം മുൻ CIA ഉദ്യോഗസ്ഥൻ ആരോൺ ലൂക്കാസിനെ നിയമിക്കുകയും ചെയ്തുവെങ്കിലും ഇതിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട്. ഇറാന്റെ ആണവ നിലപാടുകളോട് തുളസി മൃദു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ട്രംപിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈറ്റ് ഹൌസ് വരെ നിർബന്ധിച്ച് പുറത്താക്കിയതാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാരണങ്ങൾ എന്തുതന്നെയാണെങ്കിലും തുളസി ഗബാർഡിന്റെ രാജി ഇറാൻ അമേരിക്ക ബന്ധങ്ങളിൽ പുതിയൊരു പോരാട്ടത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. ട്രംപിന്റെ വിശ്വസ്തനായ ആരോൺ ലൂക്കാസ് വരുന്നതോടെ ഇറാനുമേലുള്ള അമേരിക്കൻ നിരീക്ഷണം ഇനിയും കടുക്കും. ആരോൺ ലൂക്കാസ് എത്തുന്നതോടെ മിഡിൽ ഈസ്റ്റിൽ കളി മാറുമെന്നത് ഉറപ്പാണ്.